മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്തിന് വളരെ ഗൗരവത്തോടുകൂടി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനത്തിൽ കാണാം. സയഅതി അലന്നാസി സനവാത്തുൻ ഖദ്ദാഅത്ത്, വഞ്ചനകൾ നിറഞ്ഞ ചില കാലഘട്ടങ്ങൾ ജനങ്ങളിൽ വരാനിരിക്കുന്നു. വേറെ ചില റിപ്പോർട്ടിൽ കാണാം യഅതി അലൈക്കും സമാനുൻ, നിങ്ങളിൽ ഒരു കാലം വരും. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത യുസദ്ദഖു ഫീഹിൽ കാദിബു, നുണ പറയുന്ന, കളവ് പറയുന്ന, ഏറ്റവും മോശപ്പെട്ട ആളുകളൊക്കെ സത്യസന്ധന്മാരായി ചിത്രീകരിക്കപ്പെടും. വയുകദ്ദബു ഫീഹി സ്വാദിഖ്, സത്യം പറയുന്ന ആളുകളും സത്യത്തിന്റെ വക്താക്കളും മോശപ്പെട്ടവരായും സമൂഹത്തിൽ കൊള്ളരുതാത്തവരായും അതുപോലെ തന്നെ കളവിന്റെ വക്താക്കളായും ചിത്രീകരിക്കപ്പെടും. വഞ്ചന നടത്തുന്ന, ചതി നടത്തുന്ന ആളുകളൊക്കെ വിശ്വസ്തന്മാരായി അറിയപ്പെടുന്ന, അതേ അവസരത്തിൽ വിശ്വസ്തന്മാരെയൊക്കെ അവർ ചതിയന്മാരാണ്, കുഴപ്പക്കാരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന്റെ മുമ്പിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇന്ന് അതിന്റെ ഓരോ രൂപത്തിലുള്ള പുലർച്ചകൾ അവിടുന്ന് പ്രഖ്യാപിച്ച, അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ആ പ്രവചനങ്ങളുടെ കൃത്യമായ അടയാളങ്ങളാണെന്ന് ലോകത്ത് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് സമാധാനം പഠിപ്പിക്കുന്ന മതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അല്ലാഹുവിനാൽ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏത് കാലഘട്ടത്തിലെ ജനങ്ങളിലേക്കും ഫിറ്റായ, യോജിക്കുന്ന നിയമങ്ങൾ മാത്രമുള്ള, വൈരുദ്ധ്യമേതുമില്ലാത്ത, വളരെ കൃത്യമായി മാനവ സമൂഹത്തിന്റെ മുഴുവൻ മോചനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അവതീർണമായ വിശുദ്ധ ഇസ്ലാം, അത് ഭീകരമാണെന്നും അത് വളരെ കൊള്ളരുതാത്ത നിയമങ്ങളാണെന്നും ലോകത്ത് മീഡിയകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ അവസരത്തിൽ കൊള്ളയും കൊലയും നീചവൃത്തികളും അരാജകത്വങ്ങളും സമൂഹത്തിൽ നടമാടി അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വക്താക്കൾ അവർ സമാധാനത്തിന്റെ ആളുകളായും ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം, അത് ലോകത്ത് ഓരോ ദിവസവും കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരെ കൂച്ചുവിലങ്ങിടാനും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ താറടിച്ച് കാണിക്കുവാനും, അങ്ങനെ അവരുടേതായ ശബ്ദങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മറയിടപ്പെടണം, അതിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ഉണ്ടായിക്കൂടാ, അത് ജനങ്ങൾ കേട്ടുകൂടാ, അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൂടാ എന്ന കൃത്യമായ ഗൂഢമായ പദ്ധതികളുടെയും പ്ലാനുകളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അതിന്റെ പ്രബോധകരെയും പ്രവർത്തകന്മാരെയും വളരെ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ അവസരത്തിൽ രാജ്യത്തൊട്ടാകെ ഫാസിസം തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ വളരെ കൃത്യമായി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിലുള്ള ചില ശക്തികൾ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ സഖ്യകക്ഷികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ വിവരണങ്ങൾ അതാത് സമയങ്ങളിൽ ആവശ്യമായ നിലക്കുള്ള വിവരണങ്ങൾ നടത്തിക്കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് അവിടുത്തെ 10-23 വർഷക്കാലത്തെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഉത്തമമായ ഒരു സമൂഹത്തെ വാർത്തെടുത്തു. അവരാണ് സ്വഹാബാക്കൾ. ആ സ്വഹാബത്ത് ലോകത്തിന് മുഴുവനും മാതൃകയാകുമാറ് എല്ലാ രംഗത്തും ഉത്തമന്മാരായി അറിയപ്പെട്ട ആ സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളിൽ നിന്ന് ദീന് പഠിച്ച താബിഈകൾ, ഇവരൊക്കെ അടങ്ങുന്ന ഉത്തമരായ സലഫു സാലിഹീങ്ങൾ പരിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളെയും എപ്രകാരം മനസ്സിലാക്കിയോ അപ്രകാരം തന്നെ ലോകത്തിന്റെ മുമ്പിൽ അത് ഒരു കാലഘട്ടത്തിലും മുറിഞ്ഞു പോകാത്ത നിലക്ക് പരിചയപ്പെടുത്തപ്പെടേണ്ടതുണ്ട് എന്ന നിലക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തോന്നിയതുപോലെ ദുർവ്യാഖ്യാനിക്കാതെ ഈ ഉമ്മത്തിന്റെ ആദ്യകാല സച്ചരിതരായ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്ന നിലക്ക് ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി ആ സലഫിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. എന്റെ ഉമ്മത്തിൽ എന്ന ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്റെ മേൽ നിലനിന്നുകൊണ്ടേയിരിക്കും. അവർ എന്നും സത്യത്തിന്റെ ആളുകളായിരിക്കും. എന്നാൽ അവരെ ആര് കൈവടിയുന്നുവോ, അവരെ ആര് പരിഹസിക്കുന്നുവോ, അവരെ ആര് പീഡിപ്പിക്കുന്നുവോ അതവരൊരു പ്രശ്നമേ ആക്കാറില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഇസ്ലാം ഇവിടെ കലർപ്പില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്ന എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ ആ സമൂഹത്തിന്റെ പേരുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വഹാബികൾ എന്ന പേര് നൽകിയിട്ട് അതല്ലെങ്കിൽ സലഫികൾ എന്ന പേര് നൽകിയിട്ട് അവർ ലോകത്തൊട്ടാകെ ഭീകരന്മാരാണെന്നും അവർ ഭീകരവാദമാണ് പ്രചരിപ്പിക്കുന്നതെന്നും അവർ ലോകത്തിന്റെ സമാധാനം തച്ചു തകർക്കുന്നവരാണെന്നും അവരാണ് സർവ്വഭീകരവാദികളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള ബോൺ അല്ലെങ്കിൽ നട്ടല് അവരാണെന്നും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഗൂഢമായ ശക്തിയുടെ കൂട്ടുകെട്ട് വളരെ കൃത്യമായി അജണ്ടകൾ നടപ്പിലാക്കപ്പെടുന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഇസ്ലാമിക പ്രബോധകന്മാരെയും അതുപോലെ തന്നെ ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന ആളുകളെയും വളരെ മോശമായി സമാധാനത്തിന്റേതല്ലാത്ത സമാധാന വിരുദ്ധ ശക്തികളായി പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഫാസിസ്റ്റുകൾ കൂട്ടുപിടിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന സൂഫി ബറേൽവി കൂട്ടുകെട്ടിനെയാണ്. അവര് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ന്യൂഡൽഹിയിൽ സമ്മേളനം വിളിച്ചുകൂട്ടി. അങ്ങനെ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആ രൂപത്തിലുള്ള ദുശക്തികൾ അവർ സൂഫികളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന നിലക്ക് സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് ആ സമ്മേളനത്തിലൂടെ ലോകത്തിന്റെ മുഴുവൻ സമാധാനം തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിലുള്ള വഹാബികളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വളരെയേറെ കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഇന്നവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് സമാധാനത്തിന്റെ ആളുകളെന്ന് സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകളുമൊക്കെ പോയിട്ട് പറഞ്ഞു. ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്, ഞങ്ങളൊക്കെ സമാധാനത്തിന്റെ ആളുകളാണ് എന്ന് ഫാസിസ്റ്റുകൾ, ഹൈന്ദവ ഫാസിസ്റ്റുകൾ സംഘടിപ്പിച്ച സൂഫി സമ്മേളനത്തിൽ അവിടെ പങ്കെടുത്ത ബറേൽവി കൂട്ടുകെട്ട് പോയിട്ട് വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാമികമായ പ്രസ്ഥാനത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളാണ് വരുത്തിയത്. അങ്ങനെ ഞങ്ങൾ വിശുദ്ധ ഖുർആനിനെ പോലും കൃത്യമായി മത സൗഹാർദ്ദത്തിന്റെ പേരിൽ വ്യാഖ്യാനിക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന നിലക്കുള്ള ഖുർആൻ വ്യാഖ്യാനം ആ സൂഫി സമ്മേളനത്തിൽ ഉയർന്നു കേട്ടു. അവിടെ പ്രസംഗിച്ച ഒരു വ്യക്തി പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഹാമീം ഹാമീം എന്ന തുടങ്ങുന്ന ഒരു സൂറത്ത്, വിശുദ്ധ ഖുർആനിൽ അങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന കുറെ സൂറത്തുകളുണ്ട്. അലിഫ് ലാം മീം,
സ്വാദ്, അതുപോലെ തന്നെ അലിഫ് ലാം റാ കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന കുറെ സൂറത്തുകൾ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഒരു സൂറത്താണ് ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്തിലെ അതല്ലെങ്കിൽ ആ ആയത്തിന് ആ സൂഫി സമ്മേളനത്തിൽ പ്രസംഗിച്ച വ്യക്തി പറഞ്ഞത്, ഹാമീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയലാണ് ഇവിടെ പലരും ചെയ്യാറുള്ള പണി. എന്നാൽ അത് ശരിയല്ല എന്നും, ഹാമീം എന്ന് പറഞ്ഞാൽ ഹാ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്, മീം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ്, അതുകൊണ്ട് ഹിന്ദു മുസ്ലിം വായി ഒന്നാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ വക്താക്കൾ ഞങ്ങളാണെന്ന് ആ സൂഫി സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു. ഈ കൂട്ടുകെട്ട് ലോകത്ത് എക്കാലത്തും തൗഹീദിനെ ഭയപ്പെടുന്ന ആളുകളാണ്. കുബൂരി ഫാസിസ്റ്റ് സഖ്യങ്ങൾ, അവരാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇസ്ലാമികമായ ആദർശം പറയുന്ന ആളുകളെ എപ്പോഴും അവർ ഭീകരവാദികളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വിശുദ്ധ ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന, പരിശുദ്ധമായ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയെ ഏറ്റവും വലിയ ഭീകരവാദികളുടെ പട്ടികയിലാണ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് വഹാബികളുടെ ഭീകരമുഖം എന്ന പേരിൽ അവരെഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിലുള്ള വരി തന്നെ ഏറ്റവും വലിയ കൊടും ഭീകരനായിരുന്ന ഹിറ്റ്ലറുടെ പോലും ചിഹ്നം വാളായിരുന്നില്ല. ലോകത്ത് വാള് ഒരു രാഷ്ട്രത്തിന്റെ ചിഹ്നമായി സ്വീകരിച്ചിട്ടുള്ള ഏക രാജ്യം സൗദി അറേബ്യ വഹാബികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ ഭീകരവാദത്തിന്റെ രാഷ്ട്രമാണ്, ഭീകരവാദികളാണ് സൗദി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭരണാധികാരികളെ മൊത്തത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ശ്രമം ലോകത്ത് ഫാസിസ്റ്റ് ഭീകര ബറേൽവി സൂഫി കൂട്ടുകെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഒരു അവസാനത്തെ പതിപ്പായിട്ട് കണ്ടാൽ മതി ഇന്ന് നിലവിലുള്ള നമ്മുടെ വിഷയങ്ങൾ. ഇസ്ലാമിക പ്രബോധകന്മാരെ സമൂഹത്തിൽ അവർ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു എന്നതിന്റെ പേരിൽ അവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അവർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ കൽത്തുറുങ്കിൽ അടക്കണമെന്ന് പലരും മോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ കാണുന്ന മുറവിളികളും ഒച്ചപ്പാടുമൊക്കെ. ഏതൊരു വ്യക്തിയാവട്ടെ, ഉദാഹരണമായി സാക്കിർ നായിക് ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അബദ്ധങ്ങൾ പറ്റും, സ്വാഭാവികമാണ്. ഏതൊരാളിലും ഉണ്ടാകും അബദ്ധങ്ങളും അതുപോലെയുള്ള വീക്ഷണ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു വ്യക്തിയെ പൂർണ്ണമായി അന്ധമായി അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ് എന്ന അഭിപ്രായമുള്ളവരല്ല ആരും. വീക്ഷണ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിന്റെയൊന്നും പേരിലല്ല അദ്ദേഹം വേട്ടയാടപ്പെടുന്നത്. അദ്ദേഹം ഒരു മുസ്ലിമായി എന്നതിന്റെ പേരിൽ, അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമാണ് ശരിയെന്നും അത് മാത്രമേ ശരിയുള്ളൂവെന്നും, എന്നാൽ ആ ഇസ്ലാം മറ്റുള്ളവരെ അംഗീകരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമോ വാശിയോ ഇല്ലെന്നും, അവരവരുടെ പരലോക വിജയത്തിന് ആവശ്യമായത് അതായതുകൊണ്ട് അത് സ്വീകരിച്ചാലേ പരലോക രക്ഷയുള്ളൂ എന്നും സമൂഹത്തിന്റെ മുമ്പിൽ നടത്തുമ്പോൾ അതിനെ ഒരു ഭീകരവാദിയായി, ഭീകരവാദമായി ചിത്രീകരിക്കുകയും രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു ബോംബ് പൊട്ടിയാൽ അതിന്റെയൊക്കെ പ്രചോദനം ഇയാളെപ്പോലെയുള്ള പ്രബോധകന്മാരുടെ പ്രസംഗങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപട്ടികയിലും കരിമ്പട്ടികയിലും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ, അതാണെന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഈ സമയത്ത് എല്ലാ അർത്ഥത്തിലും ഇതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ സമൂഹത്തിന്റെ മുമ്പിൽ പറയാതിരിക്കലാണ് ഇവരുടെ ആവശ്യം. അതിനാണ് ഈ നുണകൾ കെട്ടിച്ചമക്കുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളുടെ സീഡികളുടെ ക്ലിപ്പുകൾ തെരഞ്ഞു നോക്കിയിട്ടും ഇന്ന് വരെ ഒരു ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ വ്യക്തമാക്കുന്നത്. നാം മനസ്സിലാക്കണം, ഇതും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഒരു മുതൽക്കൂട്ടായി മാറണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. ഇസ്ലാമിനെതിരെ വരുന്ന ഏത് ശത്രുക്കളെയും പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ആയുധം നമ്മുടെ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു സമൂഹത്തെ ഭയപ്പെട്ടാൽ നമ്മൾ എന്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം.
അല്ലാഹുവേ, അവരെ നിന്റെ മുമ്പിൽ, അവരുടെ മുമ്പിൽ നീ മറയായി നിൽക്കണേ നാഥ. ഞങ്ങളെ പ്രതിരോധിക്കേണ്ടത് നാഥ നീയാണ്. വനഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ ശർറുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അവരുടെ വൃത്തികേടുകളിൽ നിന്ന്, അവരുടെ മോശത്തരങ്ങളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. ഇത് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ആ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതും ഖൈറായി മാറണേ എന്ന്. കാരണം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എപ്പോഴൊക്കെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ പുറത്തു നിൽക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ അകത്തേക്ക് കടന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കാറുണ്ട്. പലപ്പോഴും എന്തെങ്കിലും കിട്ടുമോ, വല്ല കച്ചിത്തുരുമ്പിലും പിടിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി മുടിനാരിഴകീറി പരിശോധിക്കുന്ന പലരും സത്യം മനസ്സിലാക്കാൻ അത് നിമിത്തമാകാറുണ്ട്. അതുപോലെയാവട്ടെ ഈ സന്ദർഭത്തിലുള്ള ഇത്തരക്കാരുടെ അരിച്ചു പെറുക്കലും എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, അത് സാക്കിർ നായിക്ക് എന്ന ഒരു വ്യക്തിയിൽ ഒതുങ്ങില്ല. അതൊരു പ്രതീകം മാത്രമാണ്. അത് ഒരു വ്യക്തി എന്ന നിലക്കല്ല. ഒരാൾ കഴിഞ്ഞാൽ അടുത്തയാളിലേക്ക് നീങ്ങും, അതും കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് നീങ്ങും. എല്ലാവർക്കും ലക്ഷ്യം ഒന്നാണ്, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശം ഇവിടെ ഉയർന്ന് കാണുന്നതിന് ആരൊക്കെ നിമിത്തമാകുന്നുണ്ടോ അവരുടെയൊക്കെ നാവടക്കണം, അവരുടെയൊക്കെ തൂലികകൾക്ക് കടിഞ്ഞാനിടണം, അവരെയൊക്കെ നശിപ്പിക്കണം, തകർക്കണം എന്നതാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, അതവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് ഒരു കുട കൊണ്ടോ മറക്കുട കൊണ്ടോ ആ പ്രകാശത്തെ മറച്ചു പിടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. റബ്ബിന്റെ ദീൻ അവൻ ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ കേൾപ്പിച്ച വചനം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്ന, സത്യത്തിന് വേണ്ടി പ്രകടമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ സമുദായത്തിൽ എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ലാ യദുർറുഹും, അവർക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. മൻ ഖദലഹും, ആര് അവരെ കൈവടിഞ്ഞാലും, വലാ മൻ ഖാലഫഹും, ആരവരെ എതിർത്താലും. അത് ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിനെ കുറിച്ചുള്ള ആശയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിക്കുവാനുമുള്ള ശ്രമങ്ങൾ വളരെ ഗൗരവമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ലോകത്ത് കൃത്യമായി ഇസ്ലാമികമായ ആശയങ്ങളിലേക്ക് ഇരുളാർന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായ നിലയ്ക്ക് തന്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ട് പ്രൗഢമായ തന്റെ ഗ്രന്ഥങ്ങളിലൂടെ ലോകത്തിന് വെളിച്ചം പകർന്ന ഏറ്റവും വലിയ ഒരു പരിഷ്കർത്താവായിരുന്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ അടുത്ത കാലത്തായി ആ കൃത്യമായ രൂപത്തിലുള്ള ദൗത്യത്തിന് മേൽ കൃത്യമായി നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമത്തുല്ലാഹി അലൈഹി. ഈ രണ്ടാളുകളെയും ഭീകരവാദികളുടെ നേതാക്കളുടെ പട്ടികയിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നിറങ്ങുന്ന കുബൂരികളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ ആദ്യം തന്നെ എണ്ണിയത്. കൊടും ഭീകരന്മാർ, ഒന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, രണ്ട് നജ്ദി ശൈഖ്. ഏതാ നജ്ദി ശൈഖ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആലോചിച്ചു നോക്കണം, എപ്പോഴും ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിക പണ്ഡിതന്മാരെ മുസ്ലിം ഭരണാധികാരികളെ കാഫിറും മുശ്രിക്കുമായി ചിത്രീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് സമൂഹത്തെ അകറ്റി എടുത്തുകൊണ്ട് തങ്ങളുടെ താൽപര്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലെയും ഭീകരവാദികളുടെ ലക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കണം, ആദ്യം പറഞ്ഞ ഹദീസ് മറന്നുപോകരുത്. ഇവിടെ ഭീകരവാദികൾ സമാധാനപ്രേമികളായിട്ട് മുദ്രകുത്തപ്പെടുന്നു. സമാധാനപ്രേമികളായ ആളുകളോ ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സത്യസന്ധന്മാർ കള്ളന്മാരായി മുദ്രകുത്തപ്പെടും, കള്ളന്മാർ സത്യസന്ധന്മാരായിട്ട് മുദ്രകുത്തപ്പെടും. നല്ല രൂപത്തിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകൾ സമാധാനം കെടുത്തുന്ന ആളുകളായി മുദ്രകുത്തപ്പെടും. സമാധാനം കെടുത്തി രാജ്യത്തൊട്ടാകെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളോ അവർ വലിയ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതന്മാരായിട്ടും ചിത്രീകരിക്കപ്പെടും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ
ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഖവാരിജ് എന്ന് പറയുന്ന, ഇന്നത്തെ ദാഇശ് എന്ന് പറയുന്ന അറബി ആ അക്ഷരങ്ങൾ ഇന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ISISന്റെ അതേ രൂപത്തിലുള്ള ആശയമുള്ള പദമാണത്. ദാഇശ്, അതിന്റെ ദാല് ദൗല, അലിഫ് ഇസ്ലാം, ഇസ്ലാമിക സ്റ്റേറ്റ്, പിന്നെയോ ഐനും ഷീനുമാണ്. ഇറാഖ് ഫിഷാം, അതാണ് ISIS. അതിന് അറബിയിൽ പ്രയോഗിക്കപ്പെടുന്ന പദമാണ് ദാഇശ്. അവരാണിന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ ഭീകരവാദികളായി അവരിന്ന് സമൂഹത്തിൽ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അവരെ എടുത്തു കാണിച്ചുകൊണ്ടാണ് പലരും എന്ന് പറയുന്നത്, കണ്ടോ ISIS എന്ന് പറഞ്ഞാൽ വഹാബികളാണ്, അവരാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള എല്ലാ വൃത്തികേടുകളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം. എന്നിട്ട് അവരാണ് യഥാർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയിലൂടെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെയൊക്കെ ആശയം പഠിച്ചിട്ടുള്ള വഹാബികളാണവര് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ നിലക്ക് കൃത്യമായി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.